നമ്മുടെ Q&A സെഷനാണ്, ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, സാർ ഞാൻ ഡൈവോഴ്സ്ഡ് ആണ്, ഞാൻ സെപ്പറേറ്റഡ് ആണ്, അപ്പോൾ അതിനുശേഷം എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെ സൗഹൃദമുണ്ട്, സൗഹൃദം പ്രണയമായിട്ടുണ്ട്, എനിക്കൊരു മകളാണുള്ളത്, മകൾക്കൊരു 12-13 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മകൾക്ക് മുന്നിൽ എൻ്റെ ഒരു പ്രണയം അവതരിപ്പിക്കേണ്ടത്, അല്ലെ സൗഹൃദം അറിയിക്കേണ്ടത്? എനിക്ക് കൺഫ്യൂഷൻസാണ്, അവളെ ഏത് രീതിയിൽ എടുക്കും എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. അത്തരം അമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത്, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു അനുഗ്രഹമാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നമ്മൾ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതർ ജെൻഡറിലുള്ള സൗഹൃദങ്ങളും അതിന് സെറ്റ് ചെയ്യേണ്ട ബൗണ്ടറീസും എങ്ങനെയാണെന്നാണ് നമ്മളവരെ പഠിപ്പിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഓഫീസിൽ സുഹൃത്തുക്കളുണ്ടായിരിക്കാം, നാട്ടിൽ സുഹൃത്തുക്കളുണ്ടായിരിക്കാം, ബന്ധുക്കളുടെ ഇടയിൽ സുഹൃത്തുക്കളുണ്ടായിരിക്കാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങളെയൊക്കെ കുട്ടിക്കും പറഞ്ഞു കൊടുക്കേണ്ടതാണ്, മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ആ സൗഹൃദങ്ങളിലൊക്കെ നമ്മൾ വെച്ചിരിക്കുന്ന ബൗണ്ടറീസ്, എങ്ങനെയൊക്കെയാണ് ഒരാൾ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് വന്നാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുട്ടിയോടുകൂടി സംസാരിക്കുക. നമ്മൾ ആ കുട്ടിയോട് ഒരു സൗഹൃദം സ്ഥാപിക്കുക, അല്ലെ സൗഹൃദത്തിൽ പോകുന്നതാണ് നല്ലത്. അപ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൗഹൃദത്തിലിരിക്കുന്ന ആളെയും പരിചയപ്പെടുത്തുക, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുക, മറ്റുള്ള സുഹൃത്തുക്കളോടൊപ്പം സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുക. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പിന്നീട് നമ്മൾ കുട്ടിയോട് ചോദിക്കുന്നത്, മകൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം, അല്ല അമ്മയ്ക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് ചോദിക്കുക. ആ കുട്ടി പറയും ആ കുട്ടിയാണെന്ന് പറയും. പിന്നീട് നമ്മൾ തുടരെ പല സാഹചര്യങ്ങളും പല ഘട്ടങ്ങളിൽ ഈ ചോദ്യം ചോദിക്കുക. അതിനുശേഷം എനിക്ക് ആരെയാണ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഈ 10 സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രണേതാവിനെ തന്നെ ആ കുട്ടി തിരഞ്ഞെടുക്കുന്ന ഒരു മൊമെൻറ്റ്, അതാണെന്ന് തോന്നുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരുപാട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും ഒക്കെ ഞാൻ ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ, റിലേഷൻഷിപ്പ് കോച്ചസിൻ്റെ അടുത്ത് ഈ ഡൗട്ട് ചോദിച്ചത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യേണ്ടത്. അവർ പറഞ്ഞത് ഇത് തന്നെയാണ്. അതായത് നമ്മൾ കുട്ടികളെ അതർ ജെൻഡറിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെ അതർ ജെൻഡർ കീപ്പ് ചെയ്യേണ്ട റിലേഷൻഷിപ്പ് ബൗണ്ടറീസിനൊക്കെ പഠിക്കുക. അതിനുശേഷം ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. ഇതൊരു അഡ്വൈസായിട്ട് നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഇതിനേക്കാളും നല്ല അഡ്വൈസുകളുണ്ടെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട്. ആ ബുക്ക് എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് സൈക്കോളജിസ്റ്റുമായിട്ടും ഒരുപാട് ആളുകളായിട്ടും പിന്നെ റിലേഷൻഷിപ്പിലുള്ള ആളുകളായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗത്തു നിന്നാണ് ചെറിയൊരു ഐഡിയാസ് കൊണ്ടിരുന്നത്. കൂടുതൽ ഇൻപുട്ട് തന്നു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. വീണ്ടും മറ്റു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.